പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മകനു വേണ്ടി ഉസ്താദ് വെള്ളത്തിൽ അലം നഷ്റഹ് എന്ന സൂറത്ത് 7 പ്രാവശ്യം ഓതി ഊതി കുടിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ ഖുർആൻ ഓതി കൊടുക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ് ശ്രോതാവിൻ്റെ ചോദ്യം. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വസിദ്നാ ഇൽമൻ നാഫിഅ. വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളിൽ നമുക്ക് സ്ഥിരപ്പെട്ട ധാരാളം പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും ദുആ ദിക്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ആയത്ത് അല്ലെങ്കിൽ ഹദീസ്, ഒരു സൂറത്തിനൊക്കെ എന്തെങ്കിലും നമുക്ക് പ്രത്യേക ഗുണമുണ്ട്, നേട്ടമുണ്ട്, അതുകൊണ്ട് ഇന്ന റിസൾട്ട് ഉണ്ടാകും എന്ന് പറയണമെങ്കിൽ നമുക്കത് പ്രമാണങ്ങളുടെ പിൻബലം വേണം. അങ്ങനെ വന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. ആയത്തുൽ കുർസി ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ ഹദീസിലുണ്ട്. ഫാത്തിഹ ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, മുഅവ്വിദത്തുകളുടെ നേട്ടങ്ങൾ, ആമിർ റസൂൽ ഓതിയാലുള്ള നേട്ടങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല സൂറത്തുകളെയും ആയത്തുകളെയും പ്രതിപാദിക്കുന്ന പല ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വന്നവയിലൊന്നും പ്രതിപാദിക്കപ്പെട്ട ഒന്നല്ല ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ സൂറത്ത് ഇൻഷിറാഹ്, അലം നഷ്റഹ് ലക സദ്റക എന്ന സൂറത്ത് 100 പ്രാവശ്യം ഓതുക, 70 പ്രാവശ്യം ഓതുക. അത് പരീക്ഷയിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പറ്റും. ഇങ്ങനെ തുടങ്ങി നമ്മുടെ നാട്ടിൽ ധാരാളം ധാരണകൾ ഈ രംഗത്തുണ്ട്. പൊതുവേ ഇതൊക്കെ ഈ മതത്തിന് കച്ചവടവൽക്കരിക്കുന്ന ആളുകൾ, മതവാണിഭക്കാർ, അതുപോലെ ഈ ചികിത്സയുടെ മറവിൽ ജീവിക്കുന്ന ആളുകൾ, തങ്ങന്മാർ, പല ഉസ്താദുമാർ, ഇത്തരം ആളുകളാണ് പൊതുവെ ഇങ്ങനത്തെ ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ചോദിച്ചാൽ പറയും അതൊരു തജ്രിബയാണ് എന്ന് പറയും. തജ്രിബ എന്നുള്ളത് ഇസ്ലാമിനെതിരല്ലാത്ത തജ്രിബകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ അതൊരു മതത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കാൻ പറ്റുകയില്ല. ഒരാൾക്കൊരു പ്രാർത്ഥന ചൊല്ലി അയാൾക്കൊരു ആശ്വാസം കിട്ടി എന്നാൽ ഇനി ആർക്ക് എന്ത് പ്രശ്നം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ വകുപ്പ് മാറും. ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നു, അയാൾ ഒരു 10, 30, 40, 50 പ്രാവശ്യങ്ങൾ ചൊല്ലി ഒരു ആശ്വാസം കിട്ടി, അത് അയാളുടെ ഒരു അനുഭവമാണ്. എന്നാൽ ഇനി ആർക്കും ഈ പ്രശ്നം വന്നാൽ ഇത് 100 പ്രാവശ്യം ഓതിയാൽ മതി എന്ന് പറയുമ്പോൾ മതപരമായ ഒരു പ്രത്യേകത കൽപ്പിക്കലായി വന്നു. മതപരമായ എണ്ണം, സമയം, മഹത്വം, അതിൻ്റെ പ്രതിഫലം, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നിവയൊക്കെ നിശ്ചയിക്കാൻ അള്ളാഹുവിനും റസൂലിനും മാത്രമാണ് അധികാരമുള്ളത്. ആ ഒരു നിലക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഈ സൂറത്തിന് നിശ്ചയിച്ചതായി സ്വഹീഹായ ഹദീസിലെവിടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല. മാത്രമല്ല, പലപ്പോഴും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പരിമിതപ്പെടുത്തേണ്ട അത്രമാത്രം വില കുറഞ്ഞ ഒന്നല്ല ഖുർആനിക വചനങ്ങൾ എന്നത്. ഖുർആൻ മൊത്തത്തിൽ ശിഫയാണ്. അത് മാനസികമായും ശാരീരികമായും ആത്മീയമായും എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനുള്ള ശമനമാണ് ഖുർആൻ. ഷിർക്കിൽ നിന്ന്, കുഫ്റിൽ നിന്ന്, ഹറാമിൽ നിന്ന്, തോന്നിവാസങ്ങളെല്ലാം ഉള്ള മോചനം ലഭിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ശിഫ ഖുർആൻ തന്നെയാണ്. അതിനെ ഭൗതികമായ ചില വളരെ മിനിമം അജണ്ടകൾക്ക് വേണ്ടി, പരീക്ഷ പാസ്സാവാൻ, കടം വീടാൻ, രോഗം സുഖമാവാൻ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മഹത്വമേറിയ വചനങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഒരർത്ഥത്തിൽ അതിനെ ചെറുതാക്കലാണ് അതിലൂടെ വന്നു ചേരുന്നത്. അപ്പോൾ അതിൽ ആ നിലയ്ക്കല്ല നമ്മൾ കാണേണ്ടത്. സൂറത്ത് നമുക്ക് ഏതും ഓതാം, ഏതായത്തും പാരായണം ചെയ്യാം. അടിസ്ഥാനമായി നമ്മൾ അവിടെ ഉദ്ദേശിക്കേണ്ടത് ഒരു അക്ഷരം ഓതിയാൽ 10 ഇരട്ടി പുണ്യമുണ്ട്. നമ്മുടെ ഇഖ്ലാസും നിയ്യത്തും ഒക്കെ അനുസരിച്ച് ആ പ്രതിഫലത്തിൽ വർധനവുണ്ടാവും. ഖുർആൻ നമുക്ക് ശുപാർശകനായി പരലോകത്ത് വരും. ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഖുർആൻ ഒരു ആശ്വാസമായി, ശമനമായി ഉണ്ടാകും. ആ പൊതുവായ അർത്ഥത്തിൽ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക, അതിൻ്റെ ആശയം പഠിക്കുക, ആ അർത്ഥം ഉൾക്കൊള്ളുക, ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസ ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, റബ്ബിനോട് ദുആ ചെയ്യുക, ഇതാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. ഇതൊക്കെ കുറുക്ക് വഴി തേടുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആളുകൾ കണ്ടെത്തിയ ചില മാർഗങ്ങൾ മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം.